ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അധികം ആൾക്കാരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നറിയാം, കാരണം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോഴേ ഇന്നലെ ഹെവൻലി ക്രാഫ്റ്റ്, ആളുടെ പേര് മിൻഹ ആണെന്ന് തോന്നുന്നു, സ്റ്റിക്കർ ചലഞ്ചിൽ പറഞ്ഞൊരു ചെറിയൊരു ഓർമ്മ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെയിൻബോ തീം ജേർണൽ ചെയ്യുമെന്ന്. അപ്പം നമുക്കിന്ന് അതിന് ചെയ്യാം. അത് മാത്രമല്ല, റെയിൻബോ തീം വരുന്ന ഒരു 3 ക്രാഫ്റ്റ് ഈ ജേർണലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ 3 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റെയിൻബോ തീമും ജേർണലും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം കേട്ടോ. ഈ റെയിൻബോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 7 കളേഴ്സ് ഉണ്ടല്ലേ, വിബ്ജിയോർ. പക്ഷെ നമ്മളതിൽ ഇൻഡിഗോ നമ്മൾ യൂസ് ചെയ്യാറില്ല, ബാക്കി കളേഴ്സാണ്. പക്ഷെ നമ്മൾ കയ്യിൽ ഈ ബ്രഷ് പെന്ന് മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ കയ്യിൽ ബ്രഷ് പെന്നുള്ളൂ, മറ്റ് ഡാർക്ക് കളേഴ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റെഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ റെയിൻബോ ഒരുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, റെയിൻബോ നമുക്ക് പല കളേഴ്സിലും കൊടുക്കാം. ഈ പിൻട്രസ്റ്റിലുള്ള വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ ഈ കളറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതേ സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പിൽ ഇതുപോലെ കളേഴ്സ് കൊടുക്കുകയാണ്. വയലറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പക്ഷേ റെഡില്ല. റെഡിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? പിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു കുഞ്ഞു കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു ബ്ലാക്ക് ജെൽ പെന്ന് വെച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ റെയിൻബോ എന്നുള്ളത് ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്ത കളേഴ്സ് ഉണ്ടല്ലോ, ആ കളേഴ്സ് വെച്ചിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജിലോട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നൊക്കെ ആയിരുന്നു പ്ലാന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഡോലി പേപ്പർ അല്ലേ പറയാം. എപ്പോഴും ഞാൻ അത് പറയുമ്പോൾ മാത്രം തെറ്റിപ്പോവും. അത് പറയുമ്പോൾ എന്നല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റാറുണ്ട്. അപ്പോൾ ഇതാ പേപ്പർ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു സൈസിൽ കേട്ടോ. പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഈ വാളിൽ ഒട്ടിച്ച കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ റെയിൻബോ തീമുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിനെ നൈസായിട്ട് വാളിൽ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുത്തു. ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചാൽ വലിയൊരു ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ആകെ മൊത്തം പേജ് നിറഞ്ഞ പോലെ, ഫില്ല് ചെയ്ത പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് താഴത്ത് ഒരു കോട്ടും കൂടെ, ഒരു കുഞ്ഞു ലൈനും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് എഴുതി, അത് വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേജ് ബ്ലാങ്ക് ആയ പോലെയും തോന്നുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളേഴ്സ് ഉണ്ടല്ലോ, ബ്രഷ് പെൻസ്, അത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പേജിൽ ചെയ്ത പോലെ കുറച്ച് ഹൊറിസോണ്ടലായിട്ട് കുറച്ച് ലൈൻസസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, കൂടുതൽ ജേർണൽ സപ്ലൈസോ ഹാൻഡ് മെയ്ഡ് സപ്ലൈസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ജേർണലാണ്. നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ ജേർണലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ക്രാഫ്റ്റും ജേർണലിങ്ങും ഒക്കെ നമ്മളെ മെൻഷൻ ആക്കാം കേട്ടോ. ഇൻസ്റ്റയിൽ ബിഷ്റൂസ് മോം തന്നെയാണ് ഇൻസ്റ്റാ നെയിം. അപ്പോൾ അവിടെ മെൻഷൻ ആക്കിയാൽ നമുക്ക് സ്റ്റോറിയൊക്കെ ഇട്ട് കൂട്ടായിട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് ഞാൻ അലമ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഫസ്റ്റ് പേജ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിൽ ഞാൻ കുറച്ച് ക്ലൗഡും കൂടെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. സോ നമ്മുടെ ജേർണലിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കാം. നെക്സ്റ്റ് ഐറ്റം ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു റെയിൻബോ കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ ഞാനതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ വിന്നറായ ആൾക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല, ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഒരു കീ ചെയിൻ ഉണ്ടാക്കാൻ നമുക്ക് ക്ലയൻ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല. കുറച്ച് കളേഴ്സും ഒരു പേപ്പറും ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു റെയിൻബോൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ക്ലൗഡും ചുമ്മാ വരച്ചിട്ടുണ്ട് കുറച്ച് കളേഴ്സ് വെച്ചിട്ട്. ഇനി അത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് കുറച്ചൊരു ഔട്ട്ലൈൻസും കൂടെ കൊടുക്കാം. പിന്നെ നിങ്ങൾ സ്റ്റിക്കേഴ്സ് ചാലഞ്ചിന് വേണ്ടിയിട്ട് നെയിം പറഞ്ഞതുപോലൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എല്ലാവരെയും ഓർമ്മയുണ്ട്. നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഇനി ലോങ് വീഡിയോൻ്റെ കൂടെയും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താലും നിങ്ങൾ കാണുമല്ലോ അല്ലേ. പിന്നെ ഈ റെയിൻബോൻ്റെ താഴത്തായിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കോട്ടും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡ്രീം ബിഗ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എടുത്തേക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ളതാവാണ് നല്ലത്. കാരണം നമ്മൾ കിച്ചണിലല്ല, നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ളതാണ് നല്ലത്. ഇനി ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറൻറ്റ്. ഞാൻ ഇത്രയും വീഡിയോ എടുത്ത സമയം ഞാൻ ഈ സെല്ലോ ടാപ്പിൻ്റെ അറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര ടാസ്ക് തന്നെയാണ് അല്ലേ.
ലാസ്റ്റ് കിട്ടി. അതുകൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പം എയർ ബബിൾസ് ഒന്നും വരാണ്ട് ഇങ്ങനെ വലിച്ച് നന്നായി ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒട്ടിക്കാൻ നോക്കുക. എൻ്റെ വന്നിട്ടുണ്ട്, സൂക്ഷിച്ച് നോക്കണ്ട. അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാതും ആ 3 ക്ലൗഡ്സും റെയിൻബോയും ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഒരു കുഞ്ഞ് ഔട്ട്ലൈനും കൂടെ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓപ്ഷനാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ ക്യൂട്ടായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എൻ്റെ ഈ ഹോൾ മെഷീൻ എന്താ പറയുക, ഹോൾ പഞ്ചർ അല്ലേ, ആ സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ നമ്മളെ സേഫ്റ്റി പിന്നില്ല, അതന്നെ ധാരാളം പിന്നെ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, കീ ചെയിൻ ഹോൾഡർ വേണം. സോ അതെടുക്കുന്നു, ഓരോന്നിനെയും ഉള്ളിലോട്ട് കയറ്റുന്നു, അത് പ്രസ് ചെയ്യുന്നു, അമർത്തുന്നു, കീ ചെയിൻ റെഡി. ഇത്രയും സിമ്പിളാണ്. എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഐറ്റംസും കുറവാണ്, കയ്യിലുള്ള പേപ്പറും കളേഴ്സും മാത്രം മതി. പിന്നെ മാത്രമല്ല, അടുത്ത വർഷം സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് കിച്ചൻസ് ഒക്കെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് കിച്ചൻ, ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. ഒരു ആവശ്യമല്ല, കാർഡ്ബോർഡ് തന്നെ ധാരാളം. ഞാൻ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയതായിരുന്നു. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ കണ്ടവർക്ക് അറിയാം, പക്ഷെ അത് പൊളിഞ്ഞു പോയി. സോ ആ ഒരു പീസ് ഉണ്ടായതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. കാർഡ്ബോർഡ് തന്നെ എടുത്താൽ മതിയിട്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ഒരു റെയിൻബോ വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ വരച്ചെടുത്തത്. ഇനി ഇതൊന്ന് കളർ ചെയ്യണം. ഞാൻ ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കളറൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്നും ആക്കിയപ്പം ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ വല്ലാണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കളർ കൊടുത്തു. എൻ്റെ കയ്യിൽ വേറെ സ്കെച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ അക്രിലിക്കാണുള്ളത്. അക്രിലിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മടിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് കൊടുത്തു. പിങ്ക്, ബ്ലൂ, പിന്നെ ഒരു ലൈറ്റ് മറ്റേ ഫ്ലൂറസൻ പച്ചില്ലേ, അതാണ് കേട്ടോ കൊടുത്തത്. ഈ ഒരു സ്റ്റെപ്പ് എത്തിയപ്പോൾ ഞാൻ നല്ല ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ കളറൊന്നും അങ്ങോട്ട് ചെറുതായിട്ട് അല്ല വലുതായിട്ട് സ്പ്രെഡായി. പെൻസിൽ കൊണ്ട് വരച്ചുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എറേസ് ചെയ്യാൻ കഴിയണില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, കഴിയുന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാമെന്ന്. അങ്ങനെ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ കൊടുത്തപ്പോഴൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ താഴത്തെ ഇതുണ്ടല്ലോ ക്ലൗഡിൻ്റെ ആ പോർഷനിൽ ഞാൻ യെല്ലോ കളർ കൊടുത്തപ്പം അങ്ങോട്ട് ആ ഭാഗത്തെ ബ്ലാക്കൊക്കെ സ്പ്രെഡായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബാക്കിയുള്ളതും ചെറുതായിട്ടൊന്ന് സ്പ്രെഡായി. ഞാൻ വീണ്ടും കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് കുറച്ച് പേപ്പർ സ്ട്രോൻ്റെ ഹാഫാക്കി കട്ട് ചെയ്ത പോർഷൻസാണ്. പക്ഷേ ഇതിൽ കുറച്ചെണ്ണം ഞാൻ ആദ്യം എന്തിനോ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് വേറെ ഒരു പോർഷനും കൂടെ അപ്പുറത്ത് ഒട്ടിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആദ്യം കട്ട് ചെയ്തതും ഇപ്പോൾ കട്ട് ചെയ്തതും തമ്മിൽ സൈസ് നിറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിച്ച് വന്നപ്പം ചിലതൊന്നും രണ്ടിലും കൂടി സ്റ്റിക്കായില്ല, ലെങ്ത്ത് കുറവായതുകൊണ്ട്. അപ്പോൾ സ്റ്റിക്ക് അത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഉണ്ടാക്കി വന്നത് ഒരു ലാമ്പാണ്. പക്ഷേ കൂടുതൽ ആ സ്ട്രോസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ലപോലെ റിഫ്ലക്ഷൻ താഴത്തോട്ടും സൈഡിലോട്ടും ഒക്കെ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിലൊക്കെ ശ്രദ്ധിച്ചാൽ കണ്ടു ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നല്ലപോലെ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സ്ട്രോൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കൂടുതൽ സ്ട്രോസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അത്രയല്ല, ഇതുപോലെ പെൻ ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെയിൻബോ തീമിൽ വരുന്ന ഒരു 3 കുഞ്ഞ് സിമ്പിൾ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഒരൊറ്റ കാര്യം കൂടെ, നമ്മുടെ ഒരു ന്യൂ സബ്സ്ക്രൈബർ ലിയ ഒരു ഹായ് പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ലിയ, കീപ് സപ്പോർട്ടിങ്. ആൻഡ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.